الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസികളെ, പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന നമ്മൾ പലപ്പോഴായി അഭിമുഖീകരിക്കുന്ന ഒരു വിഭാഗം മതം കൈയൊഴിഞ്ഞു പോയ ചില ആളുകളെയാണ്. മുസ്ലിമീങ്ങളടക്കമുള്ള കൂട്ടായ്മകളുടെ, സംഘങ്ങളുടെ, വിഭാഗങ്ങളുടെ കൂടെയുണ്ടായിരുന്ന പലരും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മതം ശരിയല്ല, ദൈവവിശ്വാസം എന്നത് അനാവശ്യമാണ്, പടച്ചവനില്ല, ദൈവമില്ല, മരണാനന്തരം ജീവിതമില്ല എന്നിങ്ങനെ യുക്തിവാദ ചിന്തകളുടെ വക്താക്കളായി വഴിമാറുകയും മതസമൂഹത്തിൻ്റെ മുമ്പിൽ പലതരം ചോദ്യങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. മുമ്പും യുക്തിവാദികളൊക്കെ ഉണ്ടെങ്കിലും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് മുമ്പൊന്നും ലഭിക്കാത്ത ഒരു വിസിബിലിറ്റി, ആളുകൾക്കിടയിലേക്ക് നടന്നു കയറാനും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും കൂടുതൽ അവസരം ലഭിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെയൊക്കെ നാട്ടിലുള്ള യുക്തിവാദികൾ കടന്നു പോകുന്നത്. ആ കൂട്ടത്തിൽ യുക്തിവാദികൾ ഇന്ന് പറഞ്ഞു വെക്കുന്ന ഒരു വാചകമുണ്ട്. അടുത്ത കാലത്ത് ഒരു യുക്തിവാദി, മുസ്ലിമായിരുന്ന ഒരു എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന ഒരു യുവതി പറഞ്ഞു വെച്ച ഒരു വാചകമുണ്ട്. ഞാൻ മതം ഒഴിവാക്കിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സന്തോഷവും സമാധാനമുണ്ട്. എന്നാൽ മുസ്ലിമായി ജീവിക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് ഒരിക്കലും തന്നെ ഈ ഒരു സമാധാനവും സന്തോഷമൊന്നും ലഭിക്കൂല. ഈ നിലക്ക് മതം ഒഴിവാക്കിയാൽ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു ആശ്വാസവും സന്തോഷവും ഒരു സ്വാതന്ത്ര്യവും ഒരു വ്യക്തിത്വവുമൊക്കെ അനുഭവിക്കാൻ സാധിക്കും എന്ന ജൽപ്പനം പലപ്പോഴും ഇത്തരം വ്യക്തികളിൽ നിന്ന് നമ്മൾ നിരന്തരമായി കേൾക്കാറുണ്ട്. മറ്റൊരു ഭാഗത്ത് ഈ വിഭാഗം അടക്കമുള്ള ആളുകൾ മതസമൂഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നമ്മളെ ജീവിതം നമ്മൾ നന്നായി അടിച്ചു പൊളിക്കുക. ഈ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഖുർആന്, സുന്നത്ത് ഇതൊക്കെ പറഞ്ഞ് വെറുതെ പേടിപ്പിക്കാണ്. അവരെ ആവശ്യങ്ങൾക്ക് ഓരോന്ന് പറയാണ്. നിങ്ങളെ ലൈഫ് നിങ്ങൾ അടിച്ചു പൊളിച്ചോളി എന്ന് പറഞ്ഞ് മനുഷ്യ ജീവിതത്തിൻ്റെ സാക്ഷാൽ ലക്ഷ്യം അടിച്ചു പൊളിച്ച് ജീവിക്കുക, രമിച്ച് കഴിയുക, ആ നിലക്ക് രസിച്ച് ജീവിതം തീർക്കലാണ് എന്നത് ഒരു വിളംബരമായി പുതിയ കാലത്തെ കൗമാരപ്രായക്കാർ വിഹരിക്കുന്ന കലാലയങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം ഇത്തരം പ്രഖ്യാപനങ്ങൾ മുഴങ്ങി കേൾക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം പ്രതികരണങ്ങളോട്, നിലപാടുകളോട്
മതസമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ നമുക്കുണ്ടായിരിക്കേണ്ട നിലപാട്, നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ഉത്തരങ്ങൾ, നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട ബോധ്യങ്ങൾ, അവരോട് പ്രതികരിക്കാനുള്ള അവസരം ലഭിക്കുമ്പോൾ അവരോട് പറയാൻ കഴിയേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് തികഞ്ഞ ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. യഥാർത്ഥത്തിൽ എന്തിനാണ് മതം? മതം എന്നത് നമ്മുടെ സമാധാനം തകർക്കുന്നതാണോ? നമ്മുടെ സ്വാതന്ത്ര്യം തകർക്കുന്നതാണോ? നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ കൊച്ചുവിലങ്ങൾ ഇടുന്നതാണോ? സൂറത്ത് തോഹയിലൂടെ അള്ളാഹു പറയുന്നത് മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. പ്രവാചകരെ, താങ്കൾ ക്ലേശിക്കുന്നതിന് വേണ്ടി, പ്രയാസപ്പെടുന്നതിന് വേണ്ടി, ദുരിതമനുഭവിക്കുന്നതിന് വേണ്ടിയല്ല വിശുദ്ധ ഖുർആനിനെ താങ്കൾക്ക് ഇറക്കിയത് എന്നാണ്. അഥവാ ഇസ്ലാം എന്ന മതത്തിൻ്റെ ഒരു അടിസ്ഥാന ഉദ്ദേശങ്ങളിലൊന്ന് മനുഷ്യർ പ്രയാസപ്പെടാതിരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൻ്റെ അവസാന ആയത്തിൽ ഇസ്ലാമിക ദർശനത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് അസ്വാസ്ഥ്യങ്ങളില്ല, നിങ്ങൾക്ക് പ്രയാസങ്ങളില്ല, അമിതമായ ഭാരം ചുമത്തിയതിൻ്റെ വേദനകളോ വ്യതകളോ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല വിശദീകരിച്ചത് കാണാം. അപ്പം മതം എന്നത് പ്രയാസത്തിനുള്ളതല്ല, എന്നാൽ മതത്തിൽ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ എന്തിനാണ്? ഒരു സ്വസ്ഥത നിറഞ്ഞ സമാധാനപൂർണമായ ഒരു സാഹചര്യം നിലനിൽക്കണമെങ്കിൽ ഒരു നിയമവ്യവസ്ഥ ആവശ്യമാണ്. ഇപ്പം റോട്ടിലൂടെ പോകുന്ന ഒരാൾക്ക് വാഹനമുണ്ട്, ലൈസൻസ് ഉണ്ട്, ആ വാഹനം അയാളുടെ ഓണർഷിപ്പിൽ, ഉടമസ്ഥതയിലുള്ളതാണ്. ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ ഞാൻ ഓടിക്കും എന്ന് പറഞ്ഞ് റോട്ടിൽ പാലിക്കേണ്ട സാമാന്യമായ നിയമങ്ങൾ ഒരാൾ പാലിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? അതിനു പകരം ആളുകൾ നീ നിയമങ്ങൾ പാലിച്ചാൽ എന്താണ് സംഭവിക്കുക? നിയമങ്ങൾ ആവശ്യമാണ്, നിയമങ്ങൾ ഉണ്ടെങ്കിൽ സ്വസ്ഥതയുണ്ട് എന്നും, നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ ഓരോരുത്തർ അവർക്ക് ഇഷ്ടപ്പെട്ട ദിശകളിലേക്ക് അവരിഷ്ടപ്പെട്ട രൂപത്തിൽ പോയി റോങ് സൈഡെന്നോ വൺ വേ എന്നൊന്നും നോക്കാതെ അവനവൻ്റെ ഇഷ്ടത്തിന് എൻ്റെ വാഹനം, എൻ്റെ സൗകര്യം, ഞാൻ ടാക്സ് അടച്ചിന് എന്ന് ന്യായം പറഞ്ഞാൽ അതുണ്ടാക്കുന്ന അരാജകത്വവും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിമതി. ഇതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും അവന് ആവശ്യമായ മൂല്യങ്ങൾ, നിയമങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, അതാണ് മതം പഠിപ്പിക്കുന്നത്. ആ നിയമനിർദ്ദേശങ്ങളുടെ പ്രത്യേകത എന്താ? അത് മനുഷ്യൻ്റെ പ്രകൃതത്തിന് യോജിക്കുന്നതാണ്. മനുഷ്യരെ പടച്ച രക്ഷിതാവ്, അവൻ്റെ മനസ്സറിയുന്ന റബ്ബ്, അവൻ്റെ മനസ്സിൻ്റെ തേട്ടവും അവൻ്റെ മനസ്സിൻ്റെ സാഹചര്യവും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ മതത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. 30-ാം അധ്യായം സൂറത്ത് റൂമിൻ്റെ 30-ാം സൂക്തത്തിലൂടെ അല്ലാഹു തആല പറയുന്ന വാചകം ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ. നീ നിന്റെ മുഖത്തെ നേരായ മാർഗത്തിൽ ഋജുമാനസനായി ഈ മതത്തിന് നേരെ നീ തിരിച്ചു വെക്കുക. മതത്തെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയോട് കൂടി നീ ജീവിക്കണം. എന്താണ് ഈ മതത്തിൻ്റെ പ്രത്യേകത? ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹാ. മനുഷ്യരെ ഏതൊരു പ്രകൃതത്തിലാണോ അള്ളാഹു പടച്ചത്, ആ പ്രകൃതത്തിന് അനുയോജ്യമായ രൂപത്തിലാണ് ഈ മതത്തെ അള്ളാഹു സംവിധാനിച്ചത്. ലാ തബ്ദീല ലിഖൽഖില്ലാ. അള്ളാഹു നിശ്ചയിച്ച ഈ ഒരു വ്യവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് ദാലിക ദീനുൽ ഖയ്യിം, അതാണ് വക്രതയില്ലാത്ത മതം. എന്നാൽ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. ഇത് സ്വീകരിക്കാത്ത, ഉൾക്കൊള്ളാത്ത, ഇതിനെതിരെ മുറവിളി കൂട്ടുന്ന യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, മുശ്രിക്കുകൾ, അവർ വസ്തുതകൾ തിരിച്ചറിയുന്നില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ദീനിനെ സംബന്ധിച്ച് നമുക്കുണ്ടാവേണ്ട അടിസ്ഥാന ബോധ്യം, ദീൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതത്തിന് യോജിച്ച ഒന്നാണ്. മനുഷ്യർക്ക് അവൻ്റെ ജീവിതവുമായി യോജിക്കാൻ കഴിയാത്ത, ജീവിതവുമായി ചേർച്ചയില്ലാത്ത എന്തോ ഒന്ന് അല്ലാഹു തആല അടിച്ചേൽപ്പിക്കുകയല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു മതം, ഈ മൂല്യങ്ങൾ, ഈ മാർഗനിർദ്ദേശങ്ങൾ, ഇത് എന്ന് മുതലാണ് മനുഷ്യർക്ക് ബാധകമായത്? മനുഷ്യ ചരിത്രം പറയുമ്പോൾ മതങ്ങൾക്ക് വലിയ ചരിത്ര പഴക്കമില്ല എന്നാണ് പലരും പറയാൻ ശ്രമിക്കാറുള്ളത്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മനുഷ്യ ചരിത്രം, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ചരിത്രം, ആ ചരിത്രം മുതൽ, ആ നാൾ വഴികൾ മുതൽ മതം അവർക്ക് ബാധകമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 38-ാം ആയത്തിൽ ആദം നബിയും ഹവ്വാ ബീവിയും
ഭൂമുഖത്തേക്ക് അവർ പുറത്താക്കപ്പെടുന്ന, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആ സന്ദർഭം വിശദീകരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോവുക, ഇനി നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുക, നിങ്ങൾക്ക് നിശ്ചയിച്ച ഒരു ആയുസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബാധകമായ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിച്ചാൽ ആ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആ മാർഗരേഖയനുസരിച്ച് ജീവിക്കുന്നവർക്ക് അസ്വസ്ഥതകളില്ല, വിഷമങ്ങളില്ല എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു തിരിച്ചറിവ് മനുഷ്യർക്ക് ആവശ്യമാണ്. മതവിശ്വാസം എന്ന് പറയുന്ന മതം പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ധ്യയിൽ കടന്നു വന്ന ഒരു പുതിയ ഒരു ആവശ്യകതയല്ല, മറിച്ച് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൻ്റെ ആദ്യ സന്ദർഭം മുതൽ മതത്തിൻ്റെ ആവശ്യകതയെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു മതവിശ്വാസം ബാധകമാകുമ്പോൾ ആ മതവിശ്വാസത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു നിലപാടാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം നിർണയിക്കുക എന്നത്. ആ ജീവിതത്തിന്റെ ലക്ഷ്യം നിർണയിക്കുമ്പോൾ അല്ലാഹു തആലയുടെ ചോദ്യം സൂറത്തുൽ മുഅ്മിനൂനിൽ നമുക്ക് കാണാം. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്താ വിചാരിച്ചത്? അല്ലാഹു നിങ്ങളെ നേരം പോക്കിനുണ്ടാക്കിയതാണോ? ഒരു നേരം പോക്കിന് വൃഥാവിൽ സൃഷ്ടിച്ചതാണ് എന്നാണോ? ഒരു മരണമില്ല എന്ന്, മരണാനന്തര ജീവിതമില്ല എന്ന്, വിചാരണയില്ല എന്ന്, നന്മ ചെയ്തവർക്ക് സ്വർഗമില്ലെന്നും തിന്മ ചെയ്തവർക്ക് നരകമില്ലെന്നുമാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഈ ആയുസ്സും ആരോഗ്യവും സമയവും സന്ദർഭവും വിനോദങ്ങളിലും ആസ്വാദനങ്ങളിലും ചെലവഴിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിസ്മരിക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ ചോദ്യം അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, വെറുതെ ഒരു നേരം പോക്കിന് സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ്. 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 16-ാം ആയത്തിൽ കാണാം, വമാ ഖലഖനസ് സമാഅ വൽ അർള് വമാ ബൈനഹുമാ ലാഇബീൻ, മനുഷ്യരെ മാത്രമല്ല ആകാശഭൂമികളും അവയ്ക്കിടയിലുള്ള സർവ്വതും അള്ളാഹു പടച്ചത് വെറുതെ പടച്ചതല്ല, കളി തമാശയ്ക്ക് വേണ്ടി പടച്ചതല്ല, അതിനെല്ലാം കൃത്യമായ ഉദ്ദേശങ്ങളും ഹിക്മത്തുകളുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ ആയത്തുകളിലൂടെ ഒരു മുസ്ലിം സാമാന്യമായി ഓർക്കേണ്ട അടിസ്ഥാന തത്വങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഒരു മതവിശ്വാസിയുടെ ഉത്തരവാദിത്തം. എന്നാൽ മരണാനന്തര ജീവിതത്തിൽ ഗുണപരമായതും ദുനിയാവിൽ തന്നെ മനുഷ്യന്റെ പ്രകൃതത്തിന് യോജിക്കുന്നതുമായ, അവന് ഭാരമില്ലാത്ത, അവന്റെ മേൽ അമിത ബാധ്യതയായി ചുമത്തപ്പെട്ടിട്ടില്ലാത്ത ഈ മതത്തെ പൂർണ്ണമായി വലിച്ചെറിഞ്ഞ് താന്തോന്നിയായി, തോന്നിവാസികളായി, ഇഷ്ടം പോലെ ഹവയുടെ ആളായി തന്നിഷ്ടപ്രകാരം ജീവിക്കണം എന്ന് വാദിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിന്റെ അർത്ഥമെന്ത് എന്ന് ഗൗരവമായി ചിന്തിക്കുക. യാതൊരു ബാധ്യതകളുമില്ല, ആരോടും കടപ്പാടുകളില്ല, ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനില്ല, അവന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാണ്. അവന് കുടുംബം ഒരു ബാധ്യതയാകുന്നു, അവൻ കുടുംബജീവിതം വലിച്ചെറിയുന്നു. കുട്ടികൾ ഒരു ബാധ്യതയാകുന്നു, എനിക്ക് വിവാഹശേഷം കുട്ടികൾ വേണ്ട, വേണമെങ്കിൽ ദത്തുപുത്രനെ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന രീതിയാണ്. യഥാർത്ഥത്തിൽ ഇവരുടെ അസ്തിത്വം ഇവർ ചിന്തിക്കുന്നില്ല. ഇവരുടെ ഉപ്പയും ഉമ്മയും ഒരു കുട്ടി വേണ്ടെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ, മതബോധം വേണ്ടെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ, ലിബറൽ ചിന്താഗതിയായി തന്നിഷ്ടപ്രകാരം രസിച്ച് രമിച്ച് ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഇവരുണ്ടാകുമായിരുന്നോ? ഇല്ലല്ലോ. ഇവരുടെ പോലും നിലനിൽപ്പിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ സംവിധാനങ്ങളുടെ ഭാഗമായി നിലനിൽക്കുമ്പോൾ ഇതിനെയെല്ലാം തകർത്തെറിയുന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തെ മുന്നോട്ട് പോയാൽ അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഈ ജീവിതത്തിന്റെ ഒരു വ്യർത്ഥത, നമ്മൾ ഉദ്ദേശിച്ചത് പോലെയാണ് ജീവിതമെങ്കിൽ അത് വ്യർത്ഥമാണല്ലോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ പലപ്പോഴും യുക്തിവാദികൾക്ക് ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്.
ഇപ്പൊ ഇവിടെയുള്ള യുക്തിവാദികൾ നോക്കാം, അവരെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ചില കാര്യങ്ങൾ, മൂല്യങ്ങൾ ഉണ്ടല്ലോ, ആ മൂല്യങ്ങൾ അവർക്ക് എവിടുന്ന് കിട്ടി? മതങ്ങളിൽ നിന്ന് കിട്ടി. ഇവിടെയുള്ള ഏതെങ്കിലും മതങ്ങളിൽ നിന്ന് ലഭിച്ച, മതങ്ങളുടെ തണലിൽ നിന്ന് ലഭിച്ച ചിന്താഗതികളാണ് പലപ്പോഴും മൂല്യങ്ങളായി നിലനിൽക്കുന്നത്. 100% ഒരു മതത്തിൻ്റെയും പിൻബലമില്ലാതെ, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൻ്റെ മൂല്യങ്ങളുടെ പിൻബലമില്ലാതെ ഇവിടെ മാനവികമായ ഒരു ദർശനത്തിനും നിലനിൽപ്പില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്, ദൈവനിഷേധിയായി, മതനിഷേധിയായി, നിരീശ്വര നിർമ്മതവാദിയായി, നാസ്തികനായി, യുക്തിവാദിയായി ജീവിക്കുന്ന അത്തീസ്റ്റായ ആളുകൾ, അവർക്കൊരിക്കലും തന്നെ പൂർണ്ണമായ ദൈവനിഷേധിയായി, പൂർണ്ണമായ മതവിരോധിയായി ജീവിക്കാൻ കഴിയില്ല. പലപ്പോഴും മതത്തെ ഉൾച്ചേർന്ന് മതത്തിൻ്റെ പല മൂല്യങ്ങളെയും അനിഷ്ടത്തോടു കൂടിയാണെങ്കിലും സ്വീകരിക്കേണ്ട അവസ്ഥ അവർക്കുണ്ട്. ഒരു മതനിഷേധിയുടെയും ഒരു മതവിശ്വാസിയുടെയും ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്യുക. ആരുടെ ജീവിതത്തിനാണ് സമാധാനമെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ഒരു ദൈവനിഷേധി ഒരു പാവപ്പെട്ടവനെ സഹായിക്കാം, അയാൾക്ക് ആവശ്യമായ എന്തെങ്കിലും ചില സഹായങ്ങൾ കൊടുത്തു. പൊതുവെ അവർ ആ രംഗത്ത് പിറകോട്ടാണ്, എന്നാലും കൊടുത്തു എന്ന് വിചാരിക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ സഹായം കിട്ടിയ ആൾ ഇവരോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവരെ മനസ്സിലുണ്ടാവുക? ഇവനെന്താ ഇങ്ങനെ, ഞാൻ ഇവനെ സഹായിച്ചിട്ട്, എൻ്റെ സ്വത്തിൽ നിന്നൊരു ഭാഗം കൊടുത്ത് സഹായിച്ചിട്ട് ഒരു നന്ദി വാക്ക് പോലും അവൻ പറഞ്ഞില്ലല്ലോ, അപ്പം എന്ത് മനുഷ്യനാണ് എന്ന് അവർ പറയും. എന്നാൽ അതേ അനുഭവം ഒരു മതവിശ്വാസിക്കുണ്ടെങ്കിൽ അവരൊരു നിരാശയില്ല. കാരണം ഒരു മതവിശ്വാസി ഒരാളെ സഹായിക്കുന്നത് അയാളുടെ നന്ദി വാക്കിന് വേണ്ടിയല്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കണത് നിങ്ങളെ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ഞങ്ങളോട് നന്ദി കാണിക്കണം. ഇനി വഴിയിൽ നിന്ന് എവിടെയും കാണുമ്പോൾ ഞങ്ങളങ്ങനെ കാണുമ്പോൾ ഒന്ന് വണങ്ങണം, അല്ലെങ്കിൽ ആ നന്ദിബോധം ഒന്ന് കാണിക്കണം എന്ന് ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ടാണ് ചെയ്യുന്നത് എന്ന ആ വ്യക്തമായ മതബോധ്യത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സഹായിച്ചാൽ അത് നഷ്ടമായി എന്ന ഒരു ഫീലിംഗ് ഒരിക്കലും തന്നെ അയാൾക്കുണ്ടാവില്ല. ഇനി ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുക. ഒരു മുസ്ലിം ആണെങ്കിൽ ഒരു പരീക്ഷണമുണ്ടായ, ഇത് പഠിച്ചോന്റെ വിധിയാണ്, അള്ള നിശ്ചയിച്ച ആ ഖലാ ഖദറിന്റെ ഭാഗമാണ്, ഞാനിത് ക്ഷമിക്കുക. ആ ജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു മുസ്ലിമിന്റെ കാര്യം അത്ഭുതമാണ്. അനുഗ്രഹം ഉണ്ടെങ്കിൽ ശകറ, നന്ദി കാണിക്കും, അതവന് ഗുണാണ്. പരീക്ഷണമുണ്ടായാൽ സ്വബറ, അവൻ ക്ഷമിക്കും, അതും ഗുണാണ് എന്ന് അള്ള പഠിപ്പിച്ച, റസൂലുള്ള പഠിപ്പിച്ച ആ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ഏത് പ്രയാസം ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനും അതിജീവിക്കുവാനും അതിലൊരു സമാധാനം കണ്ടെത്താനും, വേദന കാർന്ന് തിന്നുന്ന ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് അതിൻ്റെ 4th സ്റ്റേജിലായി പ്രയാസപ്പെട്ട് വേദന അസഹ്യമാകുമ്പോഴും ഈ ക്ഷമക്ക് പകരം എനിക്ക് സ്വർഗം ലഭിക്കാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കും. എന്നൊരു അവിശ്വാസിന്റെ അവസ്ഥ എന്താ? ആ വേദന കൊണ്ട് പിടയുമ്പോൾ, ആ വേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ, ലോകത്തെ പിടിച്ചു കുലുക്കിയ വലിയ നിരീശ്വരവാദികളുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ വേദന ശരീരത്തെ കാർന്നു തിന്നുമ്പോൾ അതിനോട് സമരസപ്പെടാൻ സാധിക്കാതെ പ്രയാസപ്പെട്ടതിൻ്റെ വേദനകൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഒരു പ്രതീക്ഷ വെച്ച് ജീവിക്കാൻ കഴിയുന്നത് ഒരു മതവിശ്വാസിക്ക് മാത്രമാണ് എന്നത് മുസ്ലിമീങ്ങളായ ആളുകളുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു ആനന്ദമാണ്. ഇപ്പം കേരളത്തിൽ അറിയപ്പെട്ട ഒരു സിനിമാ നടി, അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാചകം സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പക്ഷേ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഞങ്ങളൊക്കെ യുക്തിവാദികളായി മതനിഷേധികളായി ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒന്ന് മതവിശ്വാസികളുടെ ജീവിതത്തിലുണ്ട്. അവരുടെ ജീവിതത്തിൽ ഹോപ്പ്, പ്രതീക്ഷ ഉണ്ട്. എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും ഇതൊക്കെ ശരിയാവും, അല്ലെങ്കിൽ ദൈവം ഇതിനുള്ള വഴി തരും എന്ന നിലക്കൊരു പ്രതീക്ഷയോട് കൂടി ജീവിച്ച് ആ പ്രതീക്ഷയിൽ ബലമേൽപ്പിക്കാൻ അവർക്ക് കഴിയും. ഞങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ എന്ന നിസ്സഹായത പറയുന്നത് നമ്മൾ കാണാണ്. കേരളത്തിൽ അറിയപ്പെട്ട ഒരു യുക്തിവാദി, ഒരു ഭൗതികവാദി, ഒരു വാരികക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മരണപ്പെടുന്നു, ആ സുഹൃത്തിൻ്റെ മകൻ മരണപ്പെടുന്നു. അപ്പോൾ ആ സുഹൃത്തിനെ അയാൾ കാണാൻ പോയി. സുഹൃത്തിനെ കാണുന്നത് മരണപ്പെട്ട മകൻ്റെ വിയോഗത്തിൽ അയാളൊന്ന് ആശ്വസിപ്പിക്കാനാണ്. അങ്ങനെ ഒരു മൂല്യം പഠിപ്പിച്ചത് ആരാണ്? തഅസിയത്ത് പഠിപ്പിച്ചത് മതമാണ്, ഇസ്ലാമാണ്.
ഒരാൾ മരണപ്പെട്ട അയാളെ വീട്ടിൽ പോയി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക എന്നത് മതം പകർന്ന് നൽകിയ മൂല്യമാണ്. ആ മൂല്യമാണ് യുക്തിവാദികൾ സ്വീകരിക്കുന്നത്. ശരി, അയാൾ അങ്ങനെ ആ വീട്ടിലെത്തി. അങ്ങനെ ഇയാളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അയാളിങ്ങനെ ചിന്തിക്കാണ്. അപ്പോൾ അവിടെയുള്ള പല ആളുകളും വിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ്. അവരിങ്ങനെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഉപ്പയോടും ബന്ധുക്കളോടും പറയാണ്, സാരല്ല, ഇതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനമാണ്, ക്ഷമിക്കുക, ഇതിനൊക്കെ സ്വർഗം കിട്ടും, നാളെ പരലോകത്ത് ഗുണമുണ്ടാവും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നത് കാണുമ്പോൾ എന്ത് പറഞ്ഞ് ഞാൻ ഇയാളെ ആശ്വസിപ്പിക്കും എന്നറിയാതെ ഞാൻ പ്രയാസപ്പെട്ടു എന്ന് ഒരു യുക്തിവാദി പറയാം. കാരണം മരിച്ച കുട്ടിനെ നോക്കി മരിച്ചത് നന്നായി എന്ന് ഒരു യുക്തിവാദിക്ക് പറയാൻ കഴിയുമോ? മരിച്ചത് സാരല്ല എന്നൊരു യുക്തിവാദി പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? തൻ്റെ ജീവിതത്തിലുള്ള തൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ഒരു പ്രയാസത്തിൽ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള, ഒരു വാക്ക് പറയാനുള്ള, അതിന് പിൻബലം നൽകുന്ന ഒരു ദർശനം പോലുമില്ല എന്ന് യുക്തിവാദികൾ പറയുന്ന അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളെ ചുറ്റുപാടുകളുമുണ്ട്. ഇതെന്തിനാ ഞാൻ പറയുന്നത് ചോദിച്ചാൽ, മതവിശ്വാസികൾക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും ആശ്വാസവും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും അതൊരിക്കലും തന്നെ നിരീശ്വരവാദികൾക്ക്, മതം വലിച്ചെറിഞ്ഞവർക്ക് സാധിക്കൂല. അവരിങ്ങനെ വെറുതെ ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും പ്രശസ്തിയൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്നിങ്ങനെ മുറവിളി പോലെ വിളിച്ചു പറയും എന്നതല്ലാതെ അതിനപ്പുറം അതെല്ലാം ഉപരിപ്ലവമായ കുമിളകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. സൂറത്ത് മുഹമ്മദിൻ്റെ 12-ാം ആയത്തിൻ്റെ അവസാന ഭാഗം, വല്ലദീന കഫറു യതമത്തഊൻ വയഅകുലൂന കമാ തഅകുലുൽ അൻആം. സത്യനിഷേധികളായ ആളുകൾ, മൂല്യങ്ങളില്ലാതെ ജീവിക്കുന്നവർ, അവരിങ്ങനെ സുഖിച്ച് ജീവിക്കും. വയഅകുലൂന കമാ തഅകുലുൽ അൻആം, നാൽക്കാലികൾ തിന്ന് കാലം തീർക്കുന്നത് പോലെ ഇവരങ്ങനെ തിന്ന് കാലം തീർക്കും. വന്നാറു മസ്വൻ ലഹും, അവർക്കുള്ള ശാശ്വതമായ വാസം അത് നരകത്തിലായിരിക്കുമെന്ന് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. അതാണ് മതവിശ്വാസവും മതമില്ലാത്ത വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ മതത്തിൻ്റെ കാര്യത്തിൽ ഒരു അഭിമാനം ഉണ്ടാവണം. ഇവിടെ മതനിഷേധികൾ ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നൈമിഷികമായ അടിച്ചുപൊളികളിൽ ഏർപ്പെടുമ്പോൾ അത് കണ്ട് ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ മതത്തെ സംബന്ധിച്ച്, ദർശനത്തെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൻ്റെ വളരെ റിയലിസ്റ്റിക്കായ യാഥാർത്ഥ്യബോധമുള്ള സാഹചര്യ സന്ദർഭങ്ങളിൽ നമുക്ക് കൂട്ടും ഈ മതവിശ്വാസം മാത്രമാണ് എന്ന ആ തിരിച്ചറിവോടുകൂടി നമ്മൾ ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറയെ, കുടുംബത്തെ, വളർന്നു വരുന്ന പുതിയ തലമുറയെ ദീനീ മാർഗത്തിൽ ചേർത്ത് നിർത്താനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ രക്ഷിതാക്കളുടെയും കാരണവന്മാരുടെയും മുതിർന്ന ആളുകളുടെയും വലിയ ഒരു ഉത്തരവാദിത്തമാണ്. മക്കൾ കൈവിട്ടു പോയാൽ, ദീനീ ചിന്തകളിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചതിന് ശേഷം പിന്നെ അവരെ നന്നാക്കുക, പിന്നെ കൗൺസിൽ ചെയ്യുക, പിന്നെ അവരിൽ സമ്മർദ്ദ തന്ത്രങ്ങൾ ചെലുത്തുക എന്നത് പലപ്പോഴും പാഴ്വേലയാകാറുണ്ട്. തീർച്ചയായും ദീന് അവർക്ക് ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ട അവരുടെ പ്രായം മുതൽ, പ്രത്യേകിച്ചൊരു പ്രായപൂർത്തിയാകുന്ന കാലം മുതൽ, അല്ലെങ്കിൽ ആ 10 വയസ്സ് പ്രായം മുതൽ കുറച്ചുകൂടി കാര്യബോധത്തോടു കൂടി ദീനീ ചിന്തകളെ, ദീനീ ചിട്ടകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന ഒരു ശൈലിയിലേക്ക്, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കണം. ഇപ്പം നമ്മളൊരു കുട്ടി കുളിക്കാതെ, അയൺ ചെയ്യാതെ, ഇസ്തിരിടാതെ ഒരു വസ്ത്രം ധരിച്ച് ഒരു കല്യാണ വീട്ടിലേക്ക് പോകുന്നത് അത് മതവിരുദ്ധമൊന്നല്ല, പക്ഷേ ശരിയല്ല എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്താൻ നോക്കും. പല്ല് തേക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നാൽ, അല്ലെങ്കിൽ പല്ല് തേക്കാതെ അങ്ങാടിക്കോ സ്കൂളിലേക്കോ പോവുകയാണെങ്കിൽ അതൊരു നല്ല ശൈലിയായി നമ്മൾ അംഗീകരിക്കാറില്ല. ഇതേപോലെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് മതമെന്നും പ്രായത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ പകർത്തേണ്ട മൂല്യങ്ങളെ ഗൗരവമായി അവരിൽ നിലനിർത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം. നമുക്കറിയാം, പുതിയ കാലത്തെ ഈ ലിബറൽ ചിന്താഗതികൾ ഏറ്റവും ശക്തമായി അതിൻ്റെ വേരോട്ടമുണ്ടാക്കുന്നത് കലാലയങ്ങളിലാണ്.
കലാലയങ്ങളിലുള്ള നമ്മുടെ മക്കളുടെ ദീനിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ നിരന്തരമായ ഉത്ബോധനങ്ങൾ ആവശ്യമാണ്. ആ രംഗത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പരിശ്രമമാണ്, സംരംഭമാണ് പ്രോഫ്കോൺ എന്നത്. ലിബറലിസത്തിൻ്റെ നിരർത്ഥകതയും അപകടവും ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു പരിശ്രമം എന്ന നിലക്കാണ് ഇൻഷാ അള്ളാഹ് വരുന്ന ആഴ്ച, അടുത്ത വെള്ളി, ശനി, ഞായർ 13, 14, 15 തീയതികളിൽ കുറ്റിപ്പുറം, നമ്മുടെ ജില്ലയിലുള്ള കുറ്റിപ്പുറത്ത് വെച്ച് സംഘടിപ്പിക്കുകയാണ്. ഒരു മതസംഘടനയുടെ പരിപാടി എന്തിന് മിമ്പറിൽ പറയുന്നു, അത് ആ സംഘടനയുടെ പള്ളിയായതുകൊണ്ടുള്ള ഒരു മിസ്യൂസ് ആണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ നാട്ടിലുള്ള ഒരു തിന്മ, ഒരു റമ്മി ഗെയിം, ഒരു ചൂതാട്ടത്തിൻ്റെ കളി, അത് മിമ്പറിൽ വെച്ചാണ് നമ്മൾ എതിർക്കുന്നത്. ഒരു തോന്നിവാസം, സിന്തറ്റിക് ലഹരി, അത് മിമ്പറിൽ വെച്ചാണ് നമ്മൾ എതിർക്കുന്നത്. ഇതുപോലെ നന്മയുടെ ഇടങ്ങൾ, അതിങ്ങനെ ഒരു ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് ആരെങ്കിലും ഊഹിച്ച് മനസ്സിലാക്കേണ്ടതല്ല എന്ന നിലക്കാണ് വ്യക്തതയോടെ നിങ്ങളുടെ മുമ്പിൽ ഇത്തരം പരിപാടികൾ ബോധ്യപ്പെടുത്തുന്നത്. ആ നിലക്കുള്ള ഒരു പ്രവർത്തനമാണ് പ്രോഫ്കോൺ. ആ പ്രോഫ്കോണിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു 3 ദിവസത്തെ പ്രോഗ്രാമാണ്. നമ്മുടെ വീട്ടിൽ, കുടുംബത്തിൽ, നാട്ടിൽ ആ പ്രായത്തിലുള്ള മക്കളുണ്ടെങ്കിൽ അവരെ അതിൽ രജിസ്റ്റർ ചെയ്യിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തത്, 3 ദിവസത്തെ അവിടെ ആ കുട്ടികൾക്ക് അവിടെയുള്ള സൗകര്യം, ഭക്ഷണം, താമസം, അവർക്കുള്ള തുടർ പഠന സംവിധാനങ്ങൾ, എഡ്യൂക്കേഷണൽ കിറ്റ്, അതൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഒരു കുട്ടിക്ക് ഏകദേശം 2000 രൂപയാണ് ചെലവ്. ഏറെക്കുറെ ഒരു 38 ലക്ഷത്തോളം രൂപ ചെലവുള്ള ഒരു പ്രോഗ്രാമാണ്. ഇന്ന് നമ്മുടെ പള്ളിയിൽ അതിൻ്റെ കളക്ഷൻ ഉണ്ട്. കഴിയുന്ന താല്പര്യമുള്ള ആളുകൾ അതിലേക്കുള്ള സംഭാവനകൾ നൽകണം. QR കോഡ് ആവശ്യമുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് അതിനുള്ള സംവിധാനവും നൽകും. ഇതൊരു ഗൗരവപ്പെട്ട ഒരു സംരംഭമായി, കാലത്തിൻ്റെ ആവശ്യമായി നമ്മൾ ഉൾക്കൊള്ളണം എന്ന് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഡിസംബർ 6 ഡിസംബർ 6 എന്ന് പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ബാബരി മസ്ജിദ് ധ്വംസിക്കപ്പെട്ടതിൻ്റെ ആ നോവ് മായാത്ത ഒരു ദിനമാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ആ പ്രദേശത്തോ ആ സംസ്ഥാനത്തോ ഉത്തരേന്ത്യയിലുള്ള ഏതെങ്കിലും ആളുകൾ മാത്രമല്ല പ്രയാസപ്പെട്ടത്, അല്ലെങ്കിൽ അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുണ്ടായ ഒരു പ്രയാസമല്ല. ഇന്ത്യ രാജ്യം നിലനിർത്തിപ്പോന്ന മതേതര മൂല്യങ്ങളുടെ താഴികക്കുടങ്ങൾ തകർക്കപ്പെട്ട ഡിസംബർ 6 എന്നത് ആ ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത ഒരു പള്ളി പല കാരണങ്ങൾ നിരത്തി അത് തകർക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത് വൈകാരികമായ പ്രകടനങ്ങൾക്കുള്ള ഒരു കേവലമായ ഓർമ്മകൾക്കപ്പുറത്ത് നമ്മളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ നമുക്കൊരു പള്ളിയുണ്ട്. ഈ പള്ളിയോട് നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ? പള്ളി പരിപാലന പ്രവർത്തനങ്ങളിൽ നമ്മൾ പിന്തുണ കൊടുക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സാമ്പത്തികമായി, ശാരീരികമായി, സാങ്കേതികമായി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിലനിർത്തുന്നുണ്ടോ എന്ന് വളരെ ഗൗരവമായി ചിന്തിക്കണം. മറ്റൊരു കാര്യം, ബാബരി എന്നത് ഇനി ആവർത്തിക്കപ്പെട്ടുകൂടാ. ഇന്ത്യ രാജ്യത്ത് ആരാധനാലയങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. പക്ഷേ എന്നാലും അസ്വസ്ഥതകളുള്ള പല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവാലയങ്ങളെ തകർക്കുന്ന, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം ഗൗരവമായി ചിന്തിക്കുക. മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ പൗരബോധം, പൗരധർമ്മം നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. മുസ്ലിം എന്ന നിലക്കും ഈ മതേതര ജനാധിപത്യ നാട്ടിലുള്ള ഒരു പൗരൻ എന്ന നിലക്കും ഇവിടുത്തെ നിയതമായ വ്യവസ്ഥയോട് ചേർന്ന് നിന്ന് ജനാധിപത്യ മാർഗത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ആ സമരമുറകൾ തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനേക്കാളെല്ലാം ഉപരി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം ആ ഒരു വിഷയം നമ്മുടെ ഒരു പുനർവിചിന്തനത്തിനും നമ്മുടെ സാമൂഹ്യ ബാധ്യത, ജനാധിപത്യ ബാധ്യത അത് നിർവഹിക്കുന്നിടത്ത് നമ്മൾ ഉണ്ടോ എന്ന് ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു ചിന്തയാകണം. മൂന്നാമത്തെ കാര്യം, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവുമ്പം വെറുതെ വൈകാരികത ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. ചില ആളുകൾ പറയും, ഈ കോഴിക്കോട്ടെ ഈ ആൾക്കൂട്ടമാണ് സാക്ഷി, അള്ളാഹുവാണ് സാക്ഷി, ഈ സമുദ്രമാണ്, ആർത്തിരമ്പുന്ന അറബിക്കടലാണ് സാക്ഷി, ബാബിനെ നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു ഹരമുണ്ടാക്കുന്ന ഒരു ശൈലി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
ഈസാ നബി വീണ്ടും വരും എന്ന് നമുക്ക് പറയാം. കാരണം അള്ളാഹിന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മസീഹു ദജ്ജാലിനെ തകർക്കും, നമുക്കത് പറയാം. ഉറപ്പുള്ള കാര്യം അള്ളാഹിന്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത കാര്യങ്ങൾ കേവലമായ ഒരു ആനന്ദത്തിന്, അതല്ലെങ്കിൽ വികാരം തള്ളിച്ചക്ക് വേണ്ടി പറഞ്ഞ് അസ്വസ്ഥതകൾ ഉണ്ടാക്കുക എന്നതും യാഥാർത്ഥ്യബോധത്തെ തമസ്കരിക്കുക എന്നതും നമുക്ക് യോജിച്ചതല്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാണ്. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ, ഇന്നത്തെ ചില മുസ്ലിങ്ങളൊക്കെ തരക്കേടില്ല, പക്ഷെ ചില മുസ്ലിമീങ്ങൾ ശരിയല്ല എന്ന്, അല്ലെങ്കിൽ പണ്ടത്തെ ചില മുസ്ലിമീങ്ങൾ ശരിയല്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള ഒരു പ്രൊപ്പഗണ്ട ഇവിടെ നടക്കുമ്പോൾ ചരിത്രബോധമുള്ളവരായി നമ്മളുണ്ടാവണം. ഇപ്പം ഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചു വെച്ച ബാബർ ചക്രവർത്തി തൻ്റെ മകൻ ഹുമയൂണിന് നൽകിയ വസിയ്യത്തിലെ ചില വാചകങ്ങൾ, അതായത് ഒരു മുസ്ലിം ഭരണാധികാരി ഇസ്ലാമിക മൂല്യബോധത്തിൻ്റെ ഭാഗമായി നൽകിയ ചില നിർദ്ദേശങ്ങളാണ്. മകനെ, ഹിന്ദുസ്ഥാൻ എന്ന ഈ രാജ്യം നാനാ മതങ്ങളുടേതാണ്. ഈ സാമ്രാജ്യം നമുക്ക് നൽകിയതിന് അള്ളാഹുവിനോട് നന്ദി പറയുക. ഓരോ സമുദായത്തോടും അതിൻ്റെ ആചാര മര്യാദ അനുസരിച്ച് നീതി പുലർത്തുക. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനും ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. നമ്മുടെ സാമ്രാജ്യ പരിധിയിൽ ഒരു ആരാധനാലയവും ഒരു ക്ഷേത്രവും നശിപ്പിച്ചുകൂടാ എന്നിങ്ങനെ വളരെ വ്യക്തമായി പൗരബോധം ഉണർത്തുന്ന, ദേശീയബോധം ഉണർത്തുന്ന, ഇസ്ലാമിക മൂല്യങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വസിയ്യത്തുകൾ ചരിത്രരേഖകളിൽ ഉണ്ടായിരിക്കെ മുസ്ലിങ്ങളെക്കുറിച്ചും മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചുമെല്ലാം അനാവശ്യമായ പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ശബ്ദം ഇങ്ങനെ ഉയരുമ്പോൾ നമുക്കൊരു അപകർഷതാബോധം വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടായിനിയോ പണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു അപകർഷതാബോധത്തിലേക്ക് പോകാതെ ചരിത്രം പഠിക്കാനും ചരിത്രബോധത്തിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ മതപരവും സാമൂഹികവുമായ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, ശിർക്ക് ചെയ്യാതെ മുവഹിദുകളായി ജീവിക്കുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്ത ഭൗതിക ജീവിതത്തിലെ സന്തോഷവും സമാധാനവും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ബിദ്അത്തിൻ്റെയും ഹറാമിൻ്റെയും നിഫാഖിൻ്റെയും റിയാഇൻ്റെയും അവസ്ഥകളിൽ നിന്ന് അകലം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട്. അവർക്ക് നീ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ബന്ധങ്ങളിൽ, കുടുംബജീവിതത്തിൽ, ജീവിതോപാധികളിൽ, പഠനങ്ങളിൽ, കച്ചവടങ്ങളിൽ, വ്യവഹാരങ്ങളിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യവും അഭിവൃദ്ധിയും ഇണക്കവും നൽകി അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. മുസ്ലിമായതിൻ്റെ പേരിൽ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹുവേ ശാശ്വതമായ സമാധാനം നൽകി അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.